പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് മരണവാർത്തയാണ്. നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ചില മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ മരണം വരെ ഈമാൻ നിലനിർത്തി തരട്ടെ. ആമീൻ. ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. മട്ടന്നൂർ വെളിയമ്പ്ര ഏലന്നൂരിൽ പുഴയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് 18 വയസ്സുകാരിയുടെ മരണം. മൃതദേഹം പറശ്ശിനിക്കടവിൽ നിന്നാണ് കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. വെള്ളിയാഴ്ച വൈകുന്നേരം ബന്ധുവീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ ഒരു മോള് പുഴയിൽ വീണത്. സംഭവം അറിഞ്ഞ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും ആ മോളുടെ ജീവൻ രക്ഷിക്കാനായില്ല. വിവരം ലഭിച്ചതോടെ അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തി വ്യാപകമായി തിരച്ചിൽ നടത്തി. ദിവസങ്ങളായുള്ള തിരച്ചിലിനൊടുവിലാണ് ഈ പെൺകുട്ടിയുടെ മയ്യത്ത് പറശ്ശിനിക്കടവിൽ നിന്നും കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. മരണപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിനി ഇർഫാനയാണ് മരണപ്പെട്ടത്. 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഈ മോള് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് ഓണ അവധിക്ക് വെള്ളിയമ്പ്രയിലെ ഉമ്മയുടെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു. അവിടുന്നാണ് ഇത് സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് പടച്ച റബ്ബിൻ്റെ ഖലാഖാണ്. എന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പടച്ച റബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. ആമീൻ. സ്കൂൾ അവധി കാലത്താണ് നമ്മുടെയൊക്കെ ഒരുപാട് മക്കൾ അപകടത്തിലും അബദ്ധത്തിലും ചെന്ന് ചാടുന്നത്. കഴിഞ്ഞ വെക്കേഷനിൽ തന്നെ എത്രയെത്ര മക്കളാണ് പുഴയിലും കുളത്തിലും തോട്ടിലും വീണ് മരണപ്പെട്ടത്. അവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ നമ്മളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ചില മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. റബ്ബ് ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ ഒരു കുഞ്ഞുമോളുടെ മരണം. ആ ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കുചേരുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പടന്നോട്ട് CK മുസ്തഫ ഹാജിയുടെ മകളുടെ മകളുമായ മയിൽ ITM കോളേജ് ചെയർമാൻ സിദ്ദീഖ് എന്നവരുടെ മകളുമായ ഐസ മറിയാണ് മരണപ്പെട്ടത്. ഈ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയണ്ടേ? മൈസൂരിൽ വെച്ച് വാഹനാപകടത്തിലാണ് പൊന്നുമോള് മരണപ്പെട്ടു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ആ മക്കളുടെ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം ആ മക്കളിലുണ്ടാകും. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്. പടച്ച റബ്ബേ, മരണപ്പെട്ട ഈ പൊന്നു മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. മുത്ത് ഹബീബിൻ്റെ പൊരുത്തം ഞങ്ങളുടെ മക്കളിൽ ഉണ്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇർഫാന എന്ന ആ 18 വയസ്സുകാരി നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ചെറിയ പ്രായമാണ് റബ്ബേ. ഈ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, നല്ലൊരു മാസമാണ് റബ്ബേ നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. മുത്ത് ഹബീബിൻ്റെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. അള്ളാഹുവെ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ.
അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ 2 മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്. ആ കുടുംബത്തിന് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.